പാണക്കാട് തങ്ങൾ മച്ചമ്പിക്ക് അറബ് നോക്കി പോലും വായിക്കാൻ അറിയില്ല. ഈ അടുത്ത കാലത്ത് റഹീമിന്റെ ഇംഗ്ലീഷിനെ വല്ലാതെ പരിഹസിച്ചവരാണ് ലീഗന്മാരും സുഡാപ്പികളെല്ലാം. കർണാടകയിലെ യലഹങ്കിയിൽ കോൺഗ്രസ് സർക്കാർ നടത്തിയ ബുൾഡോസർ രാജം, അതും മുസ്ലിം മതവിഭാഗക്കാർ തിങ്ങിപ്പാർക്കുന്ന ഇടത്തേക്ക് അർദ്ധരാത്രിയിൽ നടത്തിയ ആ മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനം, ഇംഗ്ലീഷിൽ അദ്ദേഹം ഒരു ദേശീയ മാധ്യമത്തിന് പ്രതികരണം കൊടുത്ത സന്ദർഭത്തിൽ അതിൽ ഒരു ഭാഗത്ത് വീഴ്ച വന്നപ്പോൾ എന്തൊരു അധിക്ഷേപമാണ്. ആ അധിക്ഷേപം നടത്തിയവരുടെ മുന്നിലേക്ക് 100 പള്ളികളുടെ ഖാളിയായിട്ടുള്ള ഞങ്ങളുടെ തങ്ങൾ മച്ചമ്പിയുടെ അറബ് നോക്കി വായന ഒന്ന് നോക്കിയേ. അദ്ദേഹം പറയുന്നത് അങ്ങനെ തന്നെയാണ്. മൻ തഫഖഹ വലം യതസവ്വഫ ഫഖദ് തഫസ്സഖ വമൻ തസവ്വഫ വലം യതഫഖഹ ഫഖദ് തസന്തഖ വമൻ ജമഅ ബൈനഹുമാ ഫഖദ് തഹഖഖ. ചുരുക്കി പറഞ്ഞാല് കേവലം ഹൈവ അറബ് നമുക്കത്ര പിടിയില്ലാത്തത് കൊണ്ട് അതിന്റെ അർത്ഥത്തെക്കുറിച്ചൊന്നും പറഞ്ഞു തരാൻ ആധികാരികതയില്ല. പക്ഷെ ഒരു തങ്ങളുടെ അവസ്ഥയാണ്, യാ അല്ലാഹ്, സോ കഷ്ടമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇമാതിരി നേതാക്കന്മാരെയും കൊണ്ട് നടക്കുന്നവരാണ്. ഇത് ഇംഗ്ലീഷ് അല്ല, അറബാണ്. അറബ് ഖുറാന്റെ ഭാഷയാണ്. പോരാത്തതിന് പ്രവാചക കുടുംബവുമായി ബന്ധമുള്ള ഒരു മനുഷ്യന്റെ അവസ്ഥയാണ്. ഇതൊന്നും ഈ നാട്ടിൽ ആർക്കും പരിഹസിക്കണ്ടേ? പിന്നെ നമുക്ക് ഈ നാട്ടിൽ ഒരു വ്യക്തികളും ദൈവതുല്യരല്ലാത്തതുകൊണ്ട് ഇത്തരം തെറ്റുകൾ മറ്റൊരാളിൽ ഉണ്ടായാൽ നിങ്ങൾ പരിഹസിച്ചിട്ടുണ്ടോ? അതിന് പിന്നീട് നിങ്ങൾക്ക് പലിശയും കൂട്ടുപലിശയും ചേർത്ത് മറുപടി പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് ഒന്നിനെ നിങ്ങൾ വല്ലാതെ പരിഹസിക്കുമ്പോൾ ഒരു വലിയ ഖാളിയായിട്ട് അവതരിപ്പിക്കുന്ന പാണക്കാട് തങ്ങളുടെ അവസ്ഥയാണ്. ഈ തങ്ങൾ എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു മത നേതാവല്ല, മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റാണ്. അയാളെ വിമർശിക്കും, ഒരു സംശയവും വേണ്ട. ഇതുപോലെ അറബ് ഹാ ഹുവാ ഹിയ ഹുവാ ഹിയ എന്നൊക്കെ വായിച്ചാൽ അത് റഹീമിന്റെ ഇംഗ്ലീഷിന്റെ എന്തോ പ്രശ്നമെന്ന് പരിഹസിക്കും പോലെ തന്നെ ഒരു ഖാളിക്ക് ഇത് വരാൻ പാടില്ല തന്നെ. ആ നിലയ്ക്ക് നോക്കി പോലും അറബ് വായിക്കാൻ അറിഞ്ഞുകൂടാത്ത തങ്ങൾ മച്ചമ്പിയെ കൊണ്ടാണ് മതമാണ് പ്രശ്നം എന്ന രീതിയിൽ ഷാജിയും ലീഗിലെ മറ്റ് കൂട്ടുകച്ചവടക്കാരും ഈ നാട്ടിൽ മതവർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് തയ്യാറാകുമ്പോൾ നിങ്ങളുടെ ഖാളിയുടെ അറബിന്റെ അവസ്ഥ കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക.